ആദ്യമായിട്ട് ഈശോയോടും എൻ്റെ അമ്മയോടും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാനൊരു സെയിൽസ് ഗേളായിരുന്നു. അവിടെ വെച്ചൊരു ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ നീ കൃപാസനത്തിൽ വരുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി അതെവിടെ? അത് ആലപ്പുഴ ജില്ലയിലാണ്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എത്രയും ദൂരം ഒന്നും യാത്ര ചെയ്യാനുള്ള ശേഷി എനിക്കില്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് 40 വർഷമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഛർദിലും തലകറക്കവും ക്ഷീണവും ഒക്കെ കാരണം എനിക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ശരി നീ വരണ്ട. അതിനുശേഷം 3-ാം ദിവസം ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. അമ്മ എന്നെ ഇവിടേക്ക് വിളിക്കുന്നതായിട്ട്. രാവിലെ എഴുന്നേറ്റു, ഞാൻ ചേച്ചിയെ ഫോൺ ചെയ്തു, ചേച്ചി ഞാൻ കൃപാസനത്തിൽ വരുന്നു, എനിക്ക് പോകണം, എന്നെ അമ്മ വിളിച്ചു, എനിക്ക് അമ്മയെ കാണണം. ചേച്ചി പറഞ്ഞു, അതിനെന്താ, നമുക്ക് എന്നാന്ന് വെച്ചാൽ പോവാൻ മോളേന്ന് പറഞ്ഞു. അതിൻ്റെ 2-ന് ഞാനിവിടെ വന്നു. 2024 ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു, അമ്മയെ കണ്ടു, പ്രാർത്ഥിച്ചു, എല്ലാം പോയി. വീട്ടിൽ ചെന്നപ്പോഴേ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഛർദ്ദിച്ചതേ ഇല്ല. ഈ 40 വർഷം കൊണ്ട് ഞാൻ ഛർദിലോടുകൂടി ബുദ്ധിമുട്ടിയിരുന്നൊരു വ്യക്തിയാണ്. ആ ഛർദിൽ അമ്മ പൂർണ്ണമായി എടുത്ത് കളഞ്ഞു. ഇന്ന് വന്നപ്പോഴും ഞാൻ ഛർദ്ദിച്ചിട്ടില്ല. പിന്നെ ഇതുവരെയും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയോട് കോടാനുകോടി നന്ദിയുണ്ട്. അതുപോലെ കഴിഞ്ഞൊരു ദിവസം എനിക്ക് തോന്നുന്നു യൂട്രസിനകത്ത് പീരീഡ്സ് സമയമാകുമ്പോൾ നല്ല വയറുവേദനയും അതിശക്തമായ ബ്ലീഡിങ്ങും ആയിരുന്നു, നടുവേദനയും. ഞാൻ അങ്ങനെ ഒരു ഗൈനക്കോളജിയെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു സ്കാൻ എടുത്തപ്പോൾ എൻഡോമെട്രിയം നല്ല കട്ടി കൂടിപ്പോയി. ഇതിനകത്തുനിന്ന് ഡിയാൻസി ചെയ്യുകയും ചെയ്യണം, ബയോപ്സിക്ക് അയക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര ഭയമായിരുന്നു. ഞാൻ വീട്ടിൽ വന്നു, അമ്മ എടുത്ത് പറഞ്ഞു, കരഞ്ഞു. എൻ്റെ വയറ്റിൽ തൈലം തൊട്ട് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അമ്മയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല ആശ്രയം, അമ്മയാണ് എൻ്റെ ജീവിതത്തിലെ ആശ്രയം. അങ്ങനെ വീണ്ടും ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോയില്ല. പോലെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഞാൻ എന്നിട്ട് വീണ്ടും ഒരു സ്കാൻ എടുത്തപ്പം വേറൊരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു, വേണ്ട, നിനക്കിതിന് ആവശ്യമില്ല, നീ ഇപ്പോൾ ഡിയാൻസി ചെയ്യുകയും വേണ്ട, നിനക്ക് ബയോപ്സിക്ക് അയക്കേണ്ട യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. അവിടെയും എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്നു, എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് 15 വർഷമായിട്ടൊരു സ്വർണത്തിൻ്റെ ഉരുപ്പടി കിട്ടാനുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും അത് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാൻ ആ ഉടമ്പടിയിൽ ഇത് വെച്ചിരുന്നു. അവരെന്നെ വിളിച്ചു, അതിൻ്റെ കുറച്ച് ഉടമ്പടി എനിക്ക് തന്നു, കുറച്ച് ഉരുപ്പടി എനിക്ക് തന്നു. ഇനി എൻ്റെ ബാലൻസ് എനിക്ക് കിട്ടാനുണ്ട്, എന്നാലും വേണ്ടില്ല, ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച ഇപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ കോടാനുകോടി നന്ദി അമ്മയോട് ഈശോയോടും പറയുകയാണ്. അതുപോലെ എൻ്റെ ഈ ഇളയ മകൾക്ക് പെട്ടെന്നൊരു നടുവേദനയുണ്ടായി. ശരീരത്ത് നടുവിന് നല്ല അടികെട്ടി കണക്ക് നീരും വീക്കമായി. ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു വലിയൊരു ടെസ്റ്റിന് എഴുതി തന്നിട്ട് പറഞ്ഞ്, ഇതാണ് എന്നാണ് എൻ്റെ ഉറപ്പ്, നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റിൽ പോസിറ്റീവാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് സ്റ്റീറോയിഡ് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് മരണം വരെ. അത് കേട്ടപ്പോഴേ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതായിപ്പോയി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, കരഞ്ഞു. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, തൈലം തൊട്ട് കുരിശ് വരച്ചു. അമ്മയോട് പറഞ്ഞു, എനിക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല, എനിക്ക് ആരുമില്ല, ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഒറ്റയ്ക്കാണ്, അമ്മ ഈശോ അല്ലാതെ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് 2-ന് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് നെഗറ്റീവായിരുന്നു. അതിനും ഞാൻ അമ്മയോട് ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് എൻ്റെ അസുഖം മാറ്റി തന്നതിന്, എൻ്റെ അമ്മയെ അറിഞ്ഞ് ജീവിക്കാൻ പറ്റിയതിന് ഞാൻ അമ്മയെടുത്ത് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ 16 വയസ്സാവാൻ നോക്കിയിരിക്കുകയാണ് ഉടമ്പടി എടുക്കാൻ. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനൊരു അക്രൈസ്തവയാണ്, അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയേണ്ടത്. അമ്മ ഈശോ ഞാൻ അത്രയ്ക്ക് അറിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. അമ്മ ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ
ഇപ്പം കഴിഞ്ഞ ഈ ഒരു രണ്ടാഴ്ച ആയതേ ഉള്ളൂ എനിക്ക് നല്ല ശക്തമായ വയറുവേദനയും ഛർദിലും അതുപോലെ തന്നെ വയറൊക്കെ ഉണ്ടായി. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ എൻ്റെ കൂടെ ഒരു ചേച്ചി പറഞ്ഞു, നീ ഗ്യാസ്ട്രോയെ ഒന്ന് കണ്ടു നോക്കുമോളെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഗ്യാസ്ട്രോയിൽ പോയപ്പോഴും ഞാൻ എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ ഇതുപോലെ പിടിച്ചിരിക്കും എവിടെ പോയാലും. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിൻ്റെ മോഷൻ 2 ദിവസം നീ ടെസ്റ്റ് ചെയ്യുക, അതിനകത്ത് ബ്ലഡിൻ്റെ അംശമോ മ്യൂക്കസോ പസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് കൊളോണോസ്കോപ്പി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആ കൊളോണോസ്കോപ്പി എന്ന് കേട്ടപ്പോഴേ എൻ്റെ ജീവൻ പോയി. എനിക്ക് അത്രയ്ക്ക് ഭയമുള്ളൊരു കാര്യമാണ് എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും. ഞാൻ ഡോക്ടറെ മുമ്പിൽ നിന്ന് കണ്ണ് നിറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, ഒന്നുമില്ല, നീ ടെസ്റ്റ് ചെയ്തിട്ട് വാ. ഞാൻ ശരി ഡോക്ടറെ എന്നും പറഞ്ഞു ഞാൻ വന്നു. ഞാൻ ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് എനിക്ക് നെഗറ്റീവാക്കി എൻ്റെ അമ്മ തന്നു. ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ രക്ഷപ്പെട്ടല്ലോടാ, നിൻ്റെ അസുഖം മാറിയല്ലോ, നിനക്കിപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ, നിനക്ക് ബ്ലഡിനകത്ത് മോഷനകത്ത് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ അമ്മയെ എടുത്ത് കാണിച്ചു. എൻ്റെ അമ്മയാണ് എനിക്ക് അഭയം. എൻ്റെ അമ്മ കഴിഞ്ഞുള്ള ആരും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അമ്മയില്ലാത്തൊരു ജീവിതമില്ല. എനിക്ക് എപ്പോഴും എൻ്റെ അമ്മ അറിഞ്ഞു അമ്മയെ ഈശോയെ ചേർത്ത് നിർത്തി മുമ്പോട്ട് പോകാൻ ആഗ്രഹം. അതുപോലെ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. ഞങ്ങളൊരു 16 പേര് ചേർന്നത് ഞങ്ങൾ തിരുവനന്തപുരം, ചെങ്ങന്നൂർ, അതുപോലെ തന്നെ അഞ്ചൽ, കൊല്ലം, അങ്ങനെ ഒരുപാടടുത്ത് ചേർന്ന് ഞങ്ങൾ 16 പേര് ചേർന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പ്, മരിയൻ ഗ്രൂപ്പ് എന്നും പറഞ്ഞുണ്ട്. ആ ഗ്രൂപ്പിൽ രാത്രി 8 മണിയാവുമ്പോൾ ഞങ്ങളെല്ലാവരും കയറും, ജപമാല പിടിക്കും. ഒരു ദിവസം പോലും മുടങ്ങത്തില്ല. കുറഞ്ഞത് ഒരു 15 പേരെങ്കിലും അതിനകത്ത് കാണും. 15 അല്ലെങ്കിൽ 10, ഇത്രയും പേര് വരാൻ പറ്റുന്നവരെല്ലാം വന്ന് ആ ജപമാല പിടിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ അഖണ്ഡ ജപമാല ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോ മാസം ആദ്യം ഒരു ദിവസം ഞങ്ങൾ നടത്താറുണ്ട്. അതുപോലെ ബാക്കിയുള്ളവർക്കൊക്കെ അസുഖങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടി ആ വീട്ടിൽ ഇരുന്ന് ജപമാല പിടിക്കുകയും കരണക്കൊന്ത പിടിക്കുകയും കുരിശിൻ്റെ വഴി ചെയ്യുകയും എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ പ്രേക്ഷിതം ചെയ്യുന്നുണ്ട്, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിതം ചെയ്യുന്നതെന്ന് പറയാം. ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് കഫക്കെട്ടായിട്ട്, അപ്പോഴും അവിടെ ഒരു 10 വയസ്സുള്ളൊരു കുഞ്ഞ് ഭയങ്കര ഛർദിലായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ആ സമയത്ത് ആ കുഞ്ഞിൻ്റെ ഛർദിൽ കേട്ട് എനിക്ക് ശ്വാസം മുട്ടലായിട്ട് കിടക്കും. എനിക്കിത് കേൾക്കുമ്പോൾ തോറും വെപ്രളം കയറുക. ഞാൻ അമ്മയെ വിളിച്ചിരുന്ന് കരഞ്ഞു, അമ്മയെ ആ കുഞ്ഞിൻ്റെ അസുഖം ഒന്ന് മാറ്റി കൊടുക്കമ്മേ, എനിക്ക് കണ്ടും കേട്ടും നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞ് ഞാൻ കരച്ചിലായിരുന്നു. അപ്പോഴും അവിടെ രണ്ടിൻ്റെ ആ കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ കുടലിനകത്ത് കുരുക്കളുണ്ട്. അതിന് ഭാഗമായിട്ടാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് SCT കൊണ്ടുപോകാൻ അവരോട് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് ഓടുന്ന കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അന്നേരം അവർ പറഞ്ഞു, ഇതണക്ക് കുഞ്ഞിനെ SCT കൊണ്ടുപോകാൻ പറഞ്ഞു മുളയെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു അവരും ഒരു അക്രൈസ്തവയാണ്. അപ്പോഴും ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പിച്ചിരി ഞാൻ കൊടുത്തോട്ടെ മോനെന്ന് ചോദിച്ചു. കൊടുക്കും മുളയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ കുഞ്ഞിന് കൊടുത്തു. അതിനുശേഷം ആ കുഞ്ഞിനെ ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോകേണ്ടി പറ്റിയില്ല. അതിന് ഛർദിലും നിന്നു, അതിന് സുഖമായി. അവരിപ്പോഴും എന്നെ വിളിച്ച് എവിടെ വെച്ച് കണ്ടാലും വലിയ കാര്യമോ ചേച്ചി കൊടുത്ത ഉപ്പിൻ്റെ ഫലം. ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല, ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹമാണ്, എൻ്റെ കൃപാസന അമ്മയാണ് നിങ്ങളെ തൊട്ടതും നിങ്ങളുടെ മോനെ തൊട്ടതും, അല്ലാതെ ഒരിക്കലും എൻ്റെ യോഗ്യതയല്ല എന്ന് ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി സിന്ധു എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. കൂട്ടുകാരി മാത്രമല്ല, എൻ്റെ ഒരു കൂടപ്പുറപ്പായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ചേച്ചിയാണ്. എനിക്കെല്ലാം പറഞ്ഞു തരുന്ന കൃപാസനത്തിനെ കുറിച്ചെല്ലാം പറഞ്ഞു തരികയും പ്രാർത്ഥനയിൽ എന്നെ ഒരുപാട് മുമ്പോട്ട് കൊണ്ടുവരികയും ചെയ്തത് ആ ചേച്ചി മാത്രമാണ്. ആ ചേച്ചി ഇല്ലെങ്കിൽ ഇന്ന് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. കൃപാസനം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പ്രാർത്ഥന എങ്ങനെയാണെന്നറിയത്തില്ല. ഞാൻ 2 വർഷം ഈ കൃപാസനത്തിൽ വന്നു, അമ്മയെ പ്രാർത്ഥിച്ചു, അമ്മ ഈശോയെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇപ്പോഴാണ് ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ ഡിസംബർ 17-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആത്മീയമായിട്ട് മുമ്പോട്ട് വരാനും ഈശോയെ അമ്മയെ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതുപോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ആക്കിയതിനും എനിക്ക് ഒരുപാട് നന്ദി ഈശോയോടും അമ്മയോടും ഉണ്ട്. അതുപോലെ ഞാൻ പത്രം പ്രേക്ഷിതം ചെയ്യും. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ഞാനത് ചെയ്യാറുണ്ട്. ഞാനതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി ചെയ്യുമെന്ന് പറയാം. ഏതെങ്കിലും പേഷ്യൻസ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം വയ്യാഴിക കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൂടെ ആരുമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രായമുള്ളവരെ പിടിച്ചുകൊണ്ട് പോയി അവർക്ക് വേണ്ടുന്ന ഹെൽപ്പെല്ലാം ചെയ്തു കൊടുക്കും. അതുപോലെ ആഹാരം
വേണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അപ്പോഴേ അവർക്ക് ആഹാരം മേടിച്ച് കൊടുക്കുകയും ഒരു പക്ഷേ ഞാൻ പൈസ കൊടുക്കുകയും അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഒരുപാട് സാമ്പത്തികമുള്ള ആളൊന്നും അല്ല ഞാൻ, എന്നാലും എൻ്റെ സാമ്പത്തികത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പൊതിച്ചോറ് കൊടുക്കും, പത്രം ഞാൻ പ്രേക്ഷിതം ചെയ്യുന്ന റോഡ് തീളം നടന്ന് ഓരോരുത്തർക്കും കൊടുക്കും. ഒരുപാട് പേര് നിഷേധിക്കും, എന്നാലും ഞാൻ വേണ്ട സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത് അമ്മയെ ഈശോയെ കുറിച്ച് പറഞ്ഞ് എൻ്റെ സാക്ഷ്യങ്ങളും പറഞ്ഞാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഇനി കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പുറപ്പാട് പുസ്തകത്തിലെ 33-ാം അധ്യായം 14-ാം വചനമാണ്. ഈ മകൾ പറഞ്ഞത് എത്രമാത്രം വിശ്വാസത്തോടെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്നാണ്. മറ്റുള്ളവരെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും ഹോസ്പിറ്റലിൽ പോലും ചെന്ന് ഈശോയെപ്പറ്റി, അമ്മയെപ്പറ്റി, കൃപാസന അമ്മ ചെയ്ത അനുഗ്രഹങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ആ ധൈര്യം, കൂടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് പ്രാർത്ഥിച്ച് കൊടുക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഫലമായിട്ട് അവർക്ക് രോഗസൗഖ്യം ലഭിക്കുകയാണ്. നമ്മൾക്ക് കിട്ടിയ ദൈവാനുഗ്രഹം മറ്റുള്ളവർക്ക് പറഞ്ഞറിയിക്കാനായിട്ടുള്ള ആ തീഷ്ണത, ആ സ്നേഹം, ആ ദൈവസ്നേഹമാണ് ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ കൂടുതൽ ക്ലിയറായിട്ട് പറയുന്നത്. ഗ്രൂപ്പുണ്ട്, ജപമാലയുടെ ഗ്രൂപ്പാണ്. അതെന്നും രാത്രി 8 മണിക്ക് അവർ ജപമാല ചൊല്ലും. അതും അക്രൈസ്തവരാണ്. അവരുടെ വിശ്വാസവും ആ സ്നേഹവും ദൈവസ്നേഹവുമാണ് ഇതൊക്കെ ചെയ്യാനും ചൊല്ലാനും ചെയ്യാനുമൊക്കെ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഈശോയുടെ സാന്നിധ്യം അടുത്തറിഞ്ഞ നിമിഷം മുതൽ ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഇവർ ഓരോ കാര്യത്തിലും മുന്നോട്ട് നയിക്കുന്നത്. ആ കൊച്ചുമകൾ പറഞ്ഞത്, അവൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 16 വയസ്സാകാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എനിക്ക് ഉടമ്പടി എടുക്കാനെന്നാണ്. ആ തീഷ്ണത, ആ സ്നേഹം, ആ ലോങ്ങിങ് ഫോർ ഗോഡ്, ആ ദൈവത്തിൻ്റെ ആ സ്വീകരിക്കാനുള്ള, ആ ഉടമ്പടി ജീവിക്കാനുള്ള ആ ആഗ്രഹം, അതാണ് ഈ വിശ്വാസം ഈ അമ്മ കൈമാറ്റം ചെയ്തതാണ്, മകളോട് പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ടാണ് ആ മകൾ പറഞ്ഞത്, ഞാൻ വെയിറ്റ് ചെയ്യാണ്, അടുത്ത വർഷം എനിക്കും ഇതുപോലെ ഉടമ്പടി എടുത്തിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരണമെന്ന്. വിശ്വാസം കൈമാറാനുള്ളതാണ്, മറ്റുള്ളവരെ അറിയിക്കാനാണ്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനാണ്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം കൂടിയുണ്ടെങ്കിൽ മരുഭൂമിയും അനുഗ്രഹഭൂമിയായി മാറുന്നുവെന്നാണ് ഓരോ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നിലനിർത്താൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നീത സഹദേവന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.